പ്രൈസ് ദി ലോർഡ്. ദൈവത്തിനാൽ ഒരുക്കുന്ന നല്ല കൃപകൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരു പ്രഭാതത്തിൽ നിങ്ങളുടെ മുൻപിൽ ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന ദൈവിക സന്ദേശവുമായി നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ദൈവം ഒരുക്കുന്ന ഭാഗ്യത്തിന് ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രതീക്ഷയോടെ ഈ പ്രഭാതത്തിൽ നാം ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം എൻ്റെ ഹൃദയത്തോട് ഈ പകൽക്കാലം നിങ്ങളോട് കൈമാറാൻ നൽകിയൊരു ദൂത് വേഗത്തിൽ ഞാൻ നിങ്ങളോട് കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവവചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മത്തായി സുവിശേഷം 27-ാം അധ്യായം അതിൻ്റെ 32-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: അവർ പോകുമ്പോൾ ശീമോൻ എന്നു പേരുള്ള കുറേനക്കാരനെ കണ്ടു. അവൻ്റെ ക്രൂശ് ചുമക്കുവാൻ നിർബന്ധിച്ചു. ഒരിക്കൽ കൂടെ വായിക്കുന്നു: അവർ പോകുമ്പോൾ ശീമോൻ എന്നു പേരുള്ള കുറേനക്കാരനെ കണ്ടു. അവൻ്റെ ക്രൂശ് ചുമക്കുവാൻ നിർബന്ധിച്ചു. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകൾക്കകത്ത് ഒത്തിരി പ്രാവശ്യം നാം ദൈവത്തോട് പറയുന്ന ഒരു പ്രാർത്ഥനയാണ്: കർത്താവേ, നീ എനിക്ക് വേണ്ടി ഒരുക്കുന്ന ആ നല്ലൊരു ദിവസം, അല്ലെങ്കിൽ നാം പ്രാർത്ഥിക്കുകയും ഉപവാസിക്കുകയും നാം കാത്തിരിക്കുകയും ചെയ്യുന്ന, നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ ചരിത്രത്തെ തന്നെ തിരിക്കാൻ കഴിയുന്ന ഒരു ദൈവിക എൻകൗണ്ടറിൻ്റെ ദിവസം, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾക്കകത്ത് നാം എപ്പോഴും ഉപയോഗിക്കുന്നൊരു പദമുണ്ട്: കർത്താവേ, നീ ഞങ്ങളെ തക്ക സമയത്ത് ഉയർത്തണം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ തക്ക സമയം, ദൈവം പ്രവർത്തിക്കുമെന്ന് നാം വിശ്വസിക്കുന്ന ജീവിതത്തിൻ്റെ ഒരു ദൈവപ്രവർത്തിയുടെ സമയം, ഗോഡ്സ് അപ്പോയിൻറ്റഡ് ടൈം, കൈറോസ് എന്നൊക്കെ നാം പഠിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന ആ ദൈവിക സമയം നമ്മുടെ ജീവിതത്തിനകത്ത്, ഓരോ വ്യക്തിയുടെ ജീവിതത്തിനകത്ത് ദൈവം വച്ചിട്ടുള്ള അങ്ങനെയുള്ള സമയങ്ങളുണ്ട്. അതുകൊണ്ട് ഈ പകൽക്കാലം ഞാൻ നിങ്ങളോട് ആത്മാവിലൊരു ദൂത് കൈമാറാം. ഈ പകൽ നിൻ്റെ ജീവിതത്തിനകത്ത് ദൈവം വച്ചിരിക്കുന്ന ദൈവപ്രവൃത്തിയുടെ സമയമാണ്. ദൈവം നാളുകളായി നീ പ്രാർത്ഥിച്ചതിനും നീ ആഗ്രഹിച്ചതിനും നീ കൊതിച്ചതിനും കണ്ണുനീരോടെ നീ കരഞ്ഞ ചില വിഷയങ്ങൾക്ക് ദൈവം മറുപടി തരാൻ ദൈവമാക്കി വയ്ക്കുന്ന ആ ഒരു കാലമായി ഈ പകൽക്കാലം മാറട്ടെ. ഞാൻ ദൈവ കൃപയ്ക്കകത്ത് ആശ്രയിച്ചുകൊണ്ട് ഞാനിങ്ങനെ പറയാം: പ്രിയരെ, നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ ഇന്നിൻ്റെ ഭാരത്തെ മാറ്റുന്ന, നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകൾക്കകത്തും ദൈവിക പരിവർത്തനം വെളിപ്പെടുത്തുന്ന, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുന്ന ദൈവപ്രവൃത്തിയെ കണ്ടിട്ട് പലരും നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെട്ടല്ലോ എന്ന് തിരിച്ചറിയത്തക്ക നിലവാരത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന ഒരു നല്ലൊരു പകൽക്കാലമാക്കി ഈ പകൽക്കാലം മാറട്ടെ. പ്രിയരെ, വേദപുസ്തകത്തിനകത്ത് ഒത്തിരി ഭക്തന്മാരുടെ ജീവിതത്തിനകത്ത്, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിനകത്ത് അങ്ങനെ ദൈവം ഒരുക്കി വച്ച ചില പർട്ടിക്കുലർ ടൈമുകളുണ്ട്, അവരുടെ സീസണുകളെ തിരിച്ച ചില നിമിഷങ്ങളുണ്ട്. അതുപോലെ ഞാൻ കൊതിക്കുന്നു ഈ പ്രഭാതത്തിൽ, ഈ പകൽക്കാലം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചരിത്രത്തെ തിരിക്കുന്ന പർട്ടിക്കുലറായിട്ടുള്ള മൂവ്മെൻറ്റുകൾ, ചില സാഹചര്യങ്ങൾ, ചില അനുഭവങ്ങൾ, ചില നല്ല വാർത്തകൾ, ദൈവിക മറുപടികൾ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾക്ക് ആഴമായി ദൈവപ്രവർത്തികൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുന്ന ഒരു പകൽക്കാലമായി മാറട്ടെ. വിശ്വസിക്കാമെങ്കിൽ ആ ദൂതിനോട് ആമേൻ പറഞ്ഞ് സ്വീകരിക്കണം. ഇന്ന് പകൽ നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടിയാണ്. ഈ പ്രഭാതത്തിൽ നീ കരയുന്ന ചില വിഷയങ്ങൾക്ക് മറുപടിയാണ്. ഇന്ന് പകൽ നീ ആഗ്രഹിക്കുന്ന ചില എക്സാമുകളുടെ അനുകൂലമായ ചില ദൈവപ്രവർത്തി വെളിപ്പെടും. ഇന്ന് പകൽ നീ കൊതിക്കുന്ന ചില വിഷയങ്ങൾക്കകത്ത് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. ഈ നിമിഷം നീ കണ്ടിട്ടില്ലാത്ത ചില ദൈവിക മുഖാന്തരങ്ങളെ നിൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. പ്രിയരെ, ഈ വേദപുസ്തകത്തിനകത്ത്
പഠിച്ചു കഴിഞ്ഞാൽ ശക്തന്മാരായി ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ദൈവദാസന്മാരുടെ, ദൈവമക്കളുടെ, അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിനകത്തെല്ലാം ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു തക്ക സമയമുണ്ടായിരുന്നു. ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന ഒരു സീസൺ, പർട്ടിക്കുലറായിട്ടുള്ള ഒരു സമയമുണ്ടായിരുന്നു. അതുപോലെ അവർക്ക് അവരുടെ ജീവിതത്തിനകത്ത് ഒരു പർട്ടിക്കുലറായിട്ടുള്ള ടൈം ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്തും അങ്ങനെ ഒരു സമയമുണ്ട്. പ്രിയരെ, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. യോഹന്നാൻ പത്മോസിൽ ആത്മവിവശനായി, കർത്തൃദിവസത്തിൽ ആത്മവിവശനായി. മലയാളത്തിൽ പറയുന്നത് കർത്തൃദിവസത്തിൽ ആത്മവിവശനായെന്നാണ്. ഇംഗ്ലീഷിൽ ഗോഡ്സ്, ദൈവത്തിൻ്റെ ദിവസത്തിൽ എന്ന് പറഞ്ഞാൽ ദൈവം പ്രവർത്തിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന ദിവസത്തിൽ. ഹിസ്കിയാവ് പറയുന്ന പ്രാർത്ഥനയ്ക്കകത്ത് ഹിസ്കിയാവ് പറയുന്നൊരു പദമുണ്ട്, യഹോവ നമ്മെ രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നു. അതേപോലെ യക്ഷയാവ് പറയുന്നൊരു പദമുണ്ട്, യഹോവ എഴുന്നേൽക്കും, ശത്രുക്കൾ ചിതറിപ്പോകും. ദൈവം എഴുന്നേൽക്കാൻ ഒരുങ്ങിയിരിക്കുന്ന ദിവസമുണ്ട്. അല്ലെങ്കിൽ ദൈവപ്രവർത്തിക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന ലോർഡ്സ് ഡേ ഉണ്ട്, ദൈവത്തിൻ്റെ ഒരു സമയമുണ്ട്, ദൈവത്തിൻ്റെ ഒരു ദിവസമുണ്ട്. യോഹന്നാൻ്റെ ജീവിതത്തിനകത്തൊരു കർത്തൃദിവസം ഉണ്ടായിരുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിനകത്തും ഉണ്ട് പ്രിയരെ. നിങ്ങളുടെ കുടുംബത്തിനകത്തും ഒരു ദൈവത്തിൻ്റെ സമയമുണ്ട്, ഒരു ദൈവത്തിൻ്റെ ദിവസമുണ്ട്. നിങ്ങളുടെ ഭാവിക്കകത്തും ഒരു ദൈവത്തിൻ്റെ ദിവസമുണ്ട്. കർത്തൃദാസന്മാരെന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ നോക്കി പറയാം, ദൈവദാസന്മാരെ, നമ്മുടെ മിനിസ്ട്രിക്കകത്തൊരു ദൈവത്തിൻ്റെ ദിവസമുണ്ട്. നമ്മൾ ചെയ്തിട്ടില്ലാത്ത ശുശ്രൂഷയുടെ തലങ്ങളിലേക്ക്, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഡിവൈൻ അതോറിറ്റികളെ, ഇതുവരെയും അനുഭവിച്ചിട്ടില്ലാത്ത ദൈവിക പ്രസൻസുകളെ, ഇതുവരെയും കണ്ടിട്ടില്ലാത്ത സാക്ഷാൽ ദൈവത്തിൻ്റെ ഡയറക്റ്റ് എൻകൗണ്ടറുകളെ നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുത്തുന്ന ജീവിതത്തിൻ്റെ ചില ദിവസങ്ങളുണ്ട്. വിശ്വസിക്കാമെങ്കിൽ പറഞ്ഞ് ഇത് സ്വീകരിക്കുമെങ്കിൽ ഞാൻ ആത്മാവിൽ പറയാം, ചിലരുടെ ജീവിതത്തിനകത്ത് ഈ പകൽ നിന്റെ ജീവിതത്തിലെ കർത്തൃദിവസമായി മാറും. യോഹന്നാൻ്റെ ജീവിതത്തിനകത്ത് എല്ലാം തകർന്നു, എല്ലാം നാശമായി, എല്ലാം ശൂന്യമായി, നാട് കടത്തപ്പെട്ടു. ഏകാന്തതയ്ക്കകത്ത് മരണം മാത്രം മുന്നിൽ കണ്ടു കിടക്കുന്ന ഭക്തൻ്റെ ജീവിതത്തിനകത്ത് ഒരു എൻകൗണ്ടർ വെളിപ്പെട്ടെങ്കിൽ, ഒരു കർത്തൃദിവസം വെളിപ്പെട്ടെങ്കിൽ ഞാൻ ആത്മാവിൽ പറയാം, ദൈവദാസനെ, ഇനി കാലം കഴിഞ്ഞു, സമയം കഴിഞ്ഞു. ദൈവം പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇന്നലകൾ പ്രവർത്തിക്കണമായിരുന്നു. എൻ്റെ ജീവിതത്തിനകത്ത് ഇനി രക്ഷപ്പെടാൻ സാധ്യതയില്ല, ഇനി ഒരു നന്മ കാണാൻ സാധ്യതയില്ല, ഒരു ഉയർച്ചയ്ക്ക് സാധ്യതയില്ല, ഒരു മാന്യത എൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടാൻ സാധ്യതയില്ല. എല്ലാം എഗെയിൻസ്റ്റാണ്, എല്ലാം എതിരാണ്, എല്ലാം ശൂന്യമാണ്. ഇനി ഒരു നന്മയ്ക്ക് എൻ്റെ ജീവിതത്തിനകത്ത് അനുഭവിക്കാൻ ഒരു സാധ്യതയില്ലെന്ന് പറയുന്നെങ്കിൽ ആത്മാവിൽ ഞാൻ പറയാം, ഈ തകർച്ചകളുടെ നടുവിലാണ് ദൈവത്തിൻ്റെ ദിവസം വെളിപ്പെടുന്നത്. നന്മയുടെ കൂമ്പാരങ്ങൾക്കകത്തല്ല ദൈവത്തിൻ്റെ സമയം വെളിപ്പെടുന്നത്. എല്ലാം തകർന്നെന്ന് തോന്നുമ്പോൾ, നിന്റെ ആശ്രയങ്ങളെല്ലാം അസ്തമിച്ചെന്ന് തോന്നുമ്പോൾ, നിന്റെ പരിധികളും പരിമിതികളെല്ലാം ദൈവം പൊളിച്ച് നിന്റെ ജീവിതത്തിനകത്ത് നിന്നെ കൊണ്ട് ഇനി കഴിയത്തില്ലെന്ന് പറഞ്ഞു നീ സറണ്ടർ ചെയ്യുന്ന ചില ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾക്കകത്താണ് പ്രിയരെ കർത്താവിൻ്റെ ദിവസം വെളിപ്പെടുന്നതെങ്കിൽ, ഇന്ന് പകൽക്കാലം ദൈവത്തോടൊന്ന് പറയാമോ, കർത്താവേ, എന്നെ കൊണ്ട് കഴിയത്തില്ല, എൻ്റെ കുടുംബത്തെ കൊണ്ട് കഴിയത്തില്ല, എൻ്റെ തലമുറകളെ കൊണ്ട് കഴിയത്തില്ല, എന്നെ കൊണ്ട് എൻ്റെ ഭാവിയെ പണിയാൻ കഴിയത്തില്ല. ഞാൻ ഒത്തിരി അധ്വാനിച്ചു, ഒത്തിരി ഓടി, ഒത്തിരി വിലപിച്ചു, എന്നാൽ കഴിയുന്ന രീതിയിലെല്ലാം ഞാൻ പരിശ്രമിച്ചു. പക്ഷെ പലയിടത്തും അപരാജയങ്ങളല്ലാതെ എൻ്റെ ജീവിതത്തിനകത്തൊന്നും ലഭിച്ചിട്ടില്ല. കയ്പ് നീരിൻ്റെ അനുഭവങ്ങളല്ലാതെ ഒരു നന്മ എൻ്റെ ജീവിതത്തിനകത്ത് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ പറയുന്നെങ്കിൽ അതിൻ്റെ നടുവിലാണ് ദൈവത്തിൻ്റെ സമയം വെളിപ്പെടുന്നത്. പ്രിയരെ, യോഹന്നാന് കർത്തൃദിവസം ഉണ്ടായിരുന്നുവെങ്കിൽ വിശ്വസിക്കാമെങ്കിൽ പറയാമോ, നിൻ്റെ ജീവിതത്തിനകത്തും ഒരു കർത്തൃദിവസമുണ്ട്. നിൻ്റെ തലമുറയുടെ ജീവിതത്തിനകത്തും ഒരു കർത്തൃദിവസമുണ്ട്. വേദപുസ്തകം പറയുന്നു, 400 വർഷത്തെ അടിമനുഖത്തെ പൊളിക്കാൻ എൻ്റെ ദൈവത്തിൻ്റെ ദിവസത്തിൽ ഇറങ്ങി വന്നെന്ന്. പുറപ്പാട് പുസ്തകത്തിൽ മോശയോട് പറയുന്നു, മോശെ, ആബീബ് മാസം 14-ാം തീയതി 10-ാം തീയതി നീ ഊനമില്ലാത്തൊരു ആട്ടിൻകുട്ടിയെ എടുക്കാൻ സകലരോടും പറയണം. 4 ദിവസം കൂടാരത്തിനകത്ത് പാർപ്പിക്കണം.
4-ാമത്തെ ദിവസം ആബീബ് മാസം 14-ാം തീയതി 400 വർഷത്തെ അടിമനുഖത്തെ പൊളിക്കാൻ സംഹാരകനായി വേറൊരു വ്യക്തിയല്ല, പിശാചല്ല, വേറെ ആരുമല്ല, ദൈവം അവൻ അയച്ച ദൂതനല്ല, ഞാൻ നിങ്ങളുടെ നടുവിൽ, മിസ്രൈമിൻ്റെ നടുവിൽ ഇറങ്ങി വരികയാണ്. അതാണ് ഗോഡ്സ് ഡേ, ദൈവത്തിൻ്റെ ദിവസം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഭാരപ്പെടേണ്ട കേട്ടോ, ആകുലപ്പെടേണ്ട കേട്ടോ. ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയ ഒരു ദിവസമുണ്ട്. ഇന്ന് പകൽക്കാലം നാം വായിച്ച കുറിവാക്യത്തിനകത്ത് പ്രിയരെ, ആമേ ഗസമന മുതൽ ആമേ ഗബദ വരെ, ഗബദ മുതൽ ഗോൽഗോഥ വരെ നടക്കുന്ന നമ്മുടെ അരിമനാഥൻ ശരീരം മുഴുവനും മുഴവുചാല് പോലെ അടിച്ചു കീറി ഒരു അറുവശാലയ്ക്കകത്ത് വെട്ടിയെടുത്ത മാംസത്തുണ്ടിനെ കൊരുത്തിട്ടിരിക്കുന്നത് പോലെ ശരീരം മുഴുവനും മുഴവുചാല് പോലെ അടിച്ചു കീറി അതിൻ്റെ മുകളിൽ പച്ച പൈന്മര കുരിശു വെച്ച് അരിമനാഥൻ ഗമത മുതൽ ഗോൽഗോഥ വരെ വീണും എഴുന്നേറ്റും പോകുമ്പോൾ അവളുമേ കൂടെയുണ്ടായിരുന്ന സകല ശിഷ്യന്മാരും ഓടി ഒളിച്ചു. പത്രോസും 3 പ്രാവശ്യം ദൈവത്തെ തള്ളിപ്പറഞ്ഞു. എല്ലാവരും മാറിപ്പോയപ്പോൾ, എല്ലാവരും മാറി നിന്നപ്പോൾ തൻ്റെ ജനം മുഴുവന് ദൈവം ആഗ്രഹിച്ച് ദൈവം അടുത്തു വന്ന തൻ്റെ സ്വന്തം ജനം അവരെ തള്ളിപ്പറഞ്ഞപ്പോൾ, അവനെ ക്രൂശിക്കാൻ പറഞ്ഞപ്പോൾ, അവൻ്റെ ശരീരം മുഴുവനും നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടപ്പോൾ, അവനെ ക്രൂശ് മരണം മുന്നിൽ കണ്ട് ഗബദ മുതൽ ഗോൽഗോഥ വരെ നടക്കുന്ന സമയത്ത് ഞാൻ ആത്മാവിൽ പറയാം, ലോകം മാറ്റി നിർത്തിയ വയലിനകത്ത് മാത്രം ഒതുങ്ങിയ ഒരടിമയായ വയലിനകത്ത് മാത്രം ജീവിതം ഒതുങ്ങിയ കഷ്ടതയുടെ കയ്പുനീരിനകത്ത് തീർന്നുപോയ ഒരു മനുഷ്യൻ വയലിലെ പണി കഴിഞ്ഞ് കർത്താവ് നടന്നു പോകുന്ന ആ ഗബദ മുതൽ ഗോൽഗോഥ വരെയുള്ള ആ വഴിത്താരയുടെ നടുവിൽ കൂടി നിൽക്കുന്ന ആയിരക്കണക്കിന് പേരുടെ മുൻപിൽ ഒരുവൻ ചേറു പുരണ്ടവനായി, ശരീരം അധ്വാനിച്ച ശരീരവുമായി വേർപ്പ് തുള്ളികൾ ഇറ്റിറ്റായി വീഴുന്നുണ്ട്. അവൻ്റെ ലക്ഷ്യം ഇവരെ മറികടന്ന് എങ്ങനെയെങ്കിലും അവൻ്റെ വീട്ടിലേക്കൊന്ന് ഓടിയെത്തണം. അവന് 2 മക്കളുണ്ട്, ഒരു കുടുംബമുണ്ട്. ഇതാണ് അവൻ്റെ ലക്ഷ്യം. പക്ഷേ ശ്രദ്ധിക്കണമേ പ്രിയരെ, വീണും എഴുന്നേറ്റും പോകുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ ക്രൂശ് ചുമക്കാൻ കഴിയാതെ അരിമനാഥൻ വിഷമിക്കുന്നത് കണ്ടപ്പോൾ അവിടെ ഇന്ന് പടയാളികൾ ചിന്തിച്ചു, വേഗത്തിൽ ക്രൂശ് മരണത്തിലേക്ക് കൊണ്ടെത്തിക്കണമല്ലോ, ക്രൂശ് മരണത്തിലേക്ക് എത്തിക്കണമല്ലോ. ശനിയാഴ്ചയായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവസാനത്തെ ആഴ്ചവട്ടത്തിൻ്റെ 7ാമത്തെ പകലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ക്രൂശ് മരണം അനുവദനീയമല്ല, അത് ശബത്താണ്. അതിനു മുമ്പ് യേശു കർത്താവിൻ്റെ ക്രൂശ് മരണം സംഭവിക്കപ്പെടണമെന്ന് തിരിച്ചറിഞ്ഞിട്ട് അവിടെ കൂടെ നിന്ന പടയാളികൾ ചുറ്റും നോക്കിയപ്പോൾ കണ്ടൊരു കാഴ്ച, ശരീരം മുഴുവനും ചേർന്നിറഞ്ഞവനാ മണ്ണിൽ പണിയെടുത്തൊരുവൻ വന്നു നിൽക്കുന്നുണ്ട്. അവൻ കുറേനക്കാരനാണ്, അർത്ഥം അവനൊരു നീഗ്രോയാണ്, അവനൊരു കറുത്തവനാണ്, അവനൊരു അടിമയാണ്. ഒരടിമയായവനും വന്നു നിൽക്കുന്നത് കണ്ടപ്പോൾ അവനെ നിർബന്ധിച്ച് എന്ത് ചുമപ്പിച്ചു? ക്രൂശ് ചുമപ്പിച്ചു. ഞാൻ ആത്മാവിൽ പറയാം, കുറേനക്കാരൻ്റെ ജീവിതത്തിനകത്ത്, അല്ലെങ്കിൽ അടിമയുടെ ജീവിതത്തിനകത്ത് വചനം പറയുന്നു, അവൻ കുറേനക്കാരനാണ്. പഴയ നിയമത്തിലെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ തലമുറകളായി ദൈവസന്നിധിയിൽ വരാൻ ഒരു വ്യവസ്ഥയുമില്ലാത്ത, ഒരിക്കലും ദൈവമകത്വമെത്താൻ സാധ്യതയില്ലാത്തൊരു കുടുംബം, സാധ്യതയില്ലാത്തൊരു ജന്മം. പക്ഷേ വചനം പറയുന്നു, കുറേനക്കാരനെ നിർബന്ധിച്ച് ക്രൂശിൻ്റെ അറ്റം ചുമപ്പിച്ചു. ചാട്ടവാർ ചുഴറ്റി അടിക്കുന്ന ചാട്ടവാറിൻ്റെ വലിപ്പം കണ്ടപ്പോൾ അവന് മനസ്സിലായി, അവർ നിർബന്ധിക്കുമ്പോൾ ക്രൂശ് എടുത്തില്ലെങ്കിൽ ആ ചാട്ടവാറിൻ്റെ ശരീരത്തിൽ വീഴും. ചാട്ടവാറിൻ്റെ അടി ഭയപ്പെട്ട്, മരണത്തെ ഭയപ്പെട്ട് ക്രൂശിൻ്റെ അറ്റം കർത്താവ് ചുമന്ന ക്രൂശിൻ്റെ അറ്റമൊന്ന് ചുമ്മിയതേയുള്ളൂ. വചനം പറയുന്നു, കുറേനക്കാരൻ ക്രൂശിൻ്റെ അറ്റം ചുമ്മി. എൻ്റെ പ്രസംഗ ഭാഷയിൽ പറയാം, എൻ്റെ അരിമനാഥൻ അവന് തിരിഞ്ഞൊന്നു നോക്കി. പ്രിയരെ, യേശു അവനെ കണ്ടു. അവൻ്റെ ജീവിതത്തിനകത്ത് കർത്തൃ ദിവസം വെളിപ്പെട്ടു. അപ്രതീക്ഷിതമായി വയലിലെ പണി കഴിഞ്ഞു വന്നവൻ്റെ ജീവിതത്തിനകത്ത് കർത്താവിൻ്റെ ദിവസം വെളിപ്പെട്ടു. ഞാൻ ആത്മാവിൽ പറയാം, ആരും അറിഞ്ഞില്ലേലും നിന്റെ കണ്ണുനീർ കാണുന്നൊരു ദൈവമുണ്ട്, നിൻ്റെ വേദന അറിയുന്നൊരു ദൈവമുണ്ട്.
കർത്താവ് നിന്നെ കണ്ടാൽ മതി കേട്ടോ. കർത്താവ് നിനക്ക് വേണ്ടി എഴുന്നേറ്റാൽ മതി കേട്ടോ. കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഒന്ന് ചലിച്ചാൽ മതി കേട്ടോ. ചരിത്രം മാറും പ്രിയരെ. വചനം പറയുന്നു, കുറേനക്കാണ്ട് തലമുറകളെ കർത്താവ് അനുഗ്രഹിച്ചു എന്ന വചനം പറയുന്ന അപ്പൻ ക്രൂശിൻ്റെ അറ്റം എങ്ങനെ ചുമന്നതാ? നിർബന്ധം കൊണ്ട് ചുമന്നതാ, ഭയം കൊണ്ട് ചുമന്നതാ, മരണഭയത്താൽ ചുമന്നതാ. പക്ഷെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടു. അവൻ്റെ ജീവിതത്തിൽ കർത്തൃദിവസം വെളിപ്പെട്ടു. ഞാൻ ആത്മാവിൽ പറയാം, നിർബന്ധത്താലല്ലോ ഈ കർത്താവിനെ അറിഞ്ഞത്, നിർബന്ധത്താലല്ലോ ഈ വചനം എടുത്തത്, നിർബന്ധത്താലല്ലോ ഈ കർത്താവിന് വേണ്ടി നിൽക്കാമെന്ന് തീരുമാനമെടുത്തത്, നിർബന്ധത്താലല്ലോ ഇതിനെ മാറോട് ചേർത്ത് പിടിച്ചത്, നിർബന്ധത്താലല്ലോ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും ഇതിനെ ഉയർത്തിപ്പിടിച്ച് ഇതിനെ ധ്യാനിച്ച് ദൈവത്തെ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ആശ്രയിച്ച് ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകുന്നത് നിർബന്ധത്താലല്ലോ. നിർബന്ധത്താൽ ക്രൂശിൻ്റെ അറ്റം ചുമന്നവനെ കർത്താവ് മാനിച്ചുവെങ്കിൽ, അവൻ്റെ ജീവിതത്തിനകത്ത് കർത്തൃദിവസം വെളിപ്പെട്ടെങ്കിൽ സന്തോഷത്തോടെ, ആഗ്രഹത്തോടെ, ആവലോടെ, എന്തെല്ലാം പ്രതിസന്ധി വന്നിട്ട്, എത്ര കുത്തുവാക്ക് കേട്ടിട്ട്, എത്ര പ്രതികൂലങ്ങൾ വന്നിട്ട്, ഈ ദൈവം മതി എന്ന് പറഞ്ഞ്, ഈ ദൈവത്തെ വിട്ടൊരു ജീവിതമില്ലെന്ന് പറഞ്ഞ്, ഈ ക്രൂശിനെ ചുമന്ന് ഞാൻ മുന്നേറുമെന്ന് പറഞ്ഞ് മുന്നേറുന്ന റാംഷക്കീറതലകടക നിന്റെ ജീവിതത്തെ ദൈവം അനുഗ്രഹിക്കാതിരിക്കും, നിന്റെ കുടുംബത്തെ ദൈവത്തെ അനുഗ്രഹിക്കാതിരിക്കും. ഞാൻ ആത്മാവിൽ ഒറ്റ ദൂത് പറഞ്ഞ് നിർത്തട്ടെ, കുറേനക്കാരൻ്റെ ജീവിതത്തിനകത്ത് കർത്തൃദിവസം വെളിപ്പെട്ട് പ്രിയരെ. അവന് ചിന്തിക്കാത്ത ദിവസം സമയത്ത് അവൻ്റെ ജീവിതത്തിനകത്ത് ഒരു കർത്തൃദിവസം വെളിപ്പെട്ടെങ്കിൽ ഞാൻ ആത്മാവിലൊരു ദൂത് കൈമാറാം. നിന്റെ ജീവിതത്തിലും നീ ചിന്തിക്കാത്ത സമയത്ത്, നീ നനയ്ക്കാത്ത സമയത്ത്, സ്വപ്നം കാണാത്ത സമയത്ത് അല്ല, ഈ പകൽ കർത്തൃദിവസം വെളിപ്പെടാൻ പോകും. കർത്തൃദിവസം വെളിപ്പെടാൻ പോകും. നിന്റെ ചരിത്രത്തെ തിരിക്കുന്ന, നീ ദൈവം കണ്ട സ്വപ്നങ്ങൾ നിന്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കുന്ന, നീ പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മറുപടികൾ, നിന്റെ ജീവിതത്തിനകത്ത് വലിയ ദൈവപ്രവർത്തികൾ വെളിപ്പെടുന്ന കർത്തൃദിവസം ഈ പകൽ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുകയാണ്. എന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ പ്രാർത്ഥിക്കുക. ഏത് രാജ്യത്തിലിരുന്ന് ഈ ശബ്ദം കേട്ടാലും, ഏത് സാഹചര്യത്തിൽ, ഏത് പ്ലാറ്റ്ഫോമിലൂടെ ഈ ശബ്ദം കേട്ടാൽ എന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. സ്വർഗമേ, ഈ നിമിഷം എന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ ജനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യോഹന്നാൻ പത്മോസിൽ കർത്തൃദിവസം വെളിപ്പെട്ടെങ്കിൽ ഇസ്രായേൽ ജനത്തിൻ്റെ അടിമനുഖത്തെ 400 വർഷം കൊണ്ട് റാംഷക്കീറതല തീർക്കുമെന്ന് പറഞ്ഞ അബ്രഹാമിനോട് പറഞ്ഞ വാക്തത്വം അവരുടെ ജീവിതത്തിനകത്ത് 400ാമത്തെ വർഷം ആബീബ് മാസം 14-ാം തീയതി അവരുടെ ജീവിതത്തിൽ കർത്തൃദിവസം വെളിപ്പെട്ടെങ്കിൽ നിർബന്ധത്താൽ ക്രൂശിൻ്റെ അറ്റം ചുമന്ന കുറേനക്കാരൻ്റെ റാംഷക്കീറതലഘടകം തേരകൾക്കമാണതരഘടക ചരിത്രത്തെ മാറ്റുന്ന ദൈവത്തിൻ്റെ എൻകൗണ്ടർ കർത്താവെ ആ ഗബദ മുതൽ ഗോൽഗോത്ത വരെ നടന്ന സാഹചര്യത്തിനകത്ത് ദൈവം അവനെ കണ്ടൊരു കർത്തൃദിവസം വെളിപ്പെട്ടെങ്കിൽ ഞാൻ ഈ നിമിഷം ആത്മാവിൽ കർത്താവ് നിർബന്ധം കൊണ്ടല്ല, ഇഷ്ടത്താൽ ആഗ്രഹിച്ച് ഒത്തിരി വില കൊടുത്ത് ഈ ശബ്ദം കേൾക്കുന്ന ഈ ജനത്തെ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ ജനത്തെ ഞാൻ അങ്ങനെ ബ്ലസ് ചെയ്യുകയാണ്. അവരുടെ ജീവിതത്തിനകത്ത് കർത്തൃദിവസം വെളിപ്പെടട്ടെ. ഇതുവരെയും അവർ കണ്ടിട്ടില്ലാത്ത, ഇതുവരെയും അവർ കേട്ടിട്ടില്ലാത്ത ചില ദൈവപ്രവർത്തികൾ ദൈവം അവരുടെ ജീവിതത്തിനകത്ത് വൻ കാര്യങ്ങൾ ചെയ്തു എന്ന് പറയത്തക്ക നിലവാരത്തിൽ ദൈവപ്രവർത്തികൾ വെളിപ്പെടട്ടെ. ഞാൻ അങ്ങനെ ഈ ജനത്തെ ബ്ലസ് ചെയ്യുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹയുടെയും നാമത്തിൽ ഈ ജനത്തെ ഞാൻ അങ്ങനെ ബ്ലസ് ചെയ്യുന്നു. യേശുവിൻ നാമത്തിൻ്റെ ആമേൻ, ആമേൻ, ആമേൻ. അതേ പ്രിയരെ, വിശ്വസിക്കുക, ഈ പകൽ നിന്റെ ജീവിതത്തിനകത്ത് കർത്തൃദിവസം വെളിപ്പെടും. ദൈവത്തിൻ്റെ ദിവസം വെളിപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് ലെറ്റ് us start our journey with Holy Spirit. പരിശുദ്ധാത്മാവിനോട് കൂടെ ചേർന്ന് ഈ പകൽ യാത്ര തിരിക്കാമോ? ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഒത്തിരി കോളുകൾ ഞങ്ങൾക്ക് വരുന്നുണ്ട്. എല്ലാ കോളുകളും അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നില്ല. ദൈവീയത നിങ്ങൾ വീണ്ടും ശ്രമിക്കുക. ഇല്ലെങ്കിൽ ആ നമ്പറിൽ വാട്സപ്പ് ഉണ്ട്, നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക. ഉറപ്പായും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഗോഡ് ബ്ലസ് യു. ആമേൻ, ആമേൻ, ആമേൻ.